നിരീക്ഷണം വേണം. പിന്നെന്താ? ചുറ്റും നോക്കണം. ഇതാ ചുറ്റും ഇവിടെ നോക്കിയിട്ട് കാര്യമില്ല. ഞാൻ ഇവിടെ ഉണ്ട്. നോക്കിയിട്ട് ആരെങ്കിലും വരുമ്പോ ഒരു ഹിന്റ് അങ്ങോട്ട് തരണം. അപ്പൊ നീ എന്ത് ചെയ്യണം? ആരെങ്കിലും വരുന്നുണ്ടോ നോക്കിയിട്ട് റോഡുമ്പോ മൂത്രമൊഴിച്ച് നിൽക്കാം. റോഡിന് മേളില് എനിക്ക് നാണമാനുണ്ട്. എനിക്ക് പറ്റിയൊന്നുമില്ല. നാണുണ്ടോ? പിന്നെ എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യും. നീ ഒരു കുന്തം പോലെ ഇടയ്ക്ക് നിന്നാ മതി. നീ ചെയ്യേണ്ട ഒരു കാര്യം വെച്ചാല് പോലീസോ ആംബുലൻസോ അത് ശ്രദ്ധിക്കണം. കഴിഞ്ഞ തവണ എന്തായി? കഴിഞ്ഞ തവണ ഞാൻ പോലീസ് വന്നപ്പം ആംബുലൻസ് വിചാരിച്ചു. നീ ആംബുലൻസ് വിചാരിച്ചു? അതെ അല്ലേ? മാറിപ്പോയല്ലേ? മാറിപ്പോയി എന്റെ ജീവിതം പോവും. അപ്പൊ ധൈര്യമായിട്ട് നീ നിന്നോ. എന്ത് പോലീസ് ആംബുലൻസ് രണ്ടും മോളത്തെ ശ്രദ്ധിച്ചാ മതി. വേറെ കാര്യമൊന്നുമില്ല. ശരി ഗോ. മക്കളെ പുതിയാണ്. വീട്ടിൽ കൊടുക്കേ അടിപൊളിടാ. ഓനെ കാണുമ്പോൾ ലുക്കുണ്ട്. പിന്നെ ഒരു കാര്യം, ഈ സാധനം അവന് കൊടുക്കുമ്പോൾ ഇവന് കൊടുക്കുമ്പോൾ കൂട്ടുകാർക്ക് കൊടുക്കുമ്പോൾ വളരെ നിരീക്ഷിക്കണം. മറ്റുള്ളവരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മൾ ആപ്പിലാവും. മനസ്സിലായല്ലോ? നമുക്കറിയത്തില്ല. അറിയാലോ. ഉണ്ണിയേട്ടത്തിൻ്റെ സാധനം കഴിച്ചാൽ ഹാപ്പി, സന്തോഷം, അടിപൊളി എൻജോയ്മെന്റ് ആവും. മോൻ എന്തൊക്കെ സൂപ്പർ ഉണ്ടാ? രക്ഷപ്പെട്ടു. എത്രയും കഴിക്കാം, ഒരു പ്രശ്നമില്ല. സുഖമില്ലല്ലോ, ഒന്നുമില്ലല്ലോ. നന്നായി. പൈസ എടാ, അവനൊക്കെ എന്റെ മരുന്ന് തന്നെയാണോ വയ്ക്കുന്നത്? ഇരിപ്പുണ്ട് അറിയത്തില്ല നമ്മുടെ മരുന്ന് തന്നെയാണ്. അയ്യോ ഹാപ്പിയാണ് അവനും. ഇതെല്ലാം നമ്മുടെ പിള്ളേരാണ്. ആ മരത്തിന്റെ ഇടയിൽ കുടുങ്ങി പോലെ തല നോക്കണം. നോക്കിക്കണേ, അവനെ നോക്കിയോ? അവനറിയാം, അവൻ സ്ഥിരം എന്റെ മരുന്നാ. താഴോ സമയമില്ല. പൈസ കുറവുണ്ടല്ലോ. ഇതെന്റെ കമ്മീഷൻ. എന്ത് കമ്മീഷൻ? എനിക്ക് കമ്മീഷൻ മരുന്ന് ഞാൻ തരുന്നില്ലടാ. ഇവന്മാരെല്ലാം കൊണ്ടുവരാൻ എന്നാ ഒരു 5-6 ആൾ അധികം കൊണ്ടുവരണം. സമാധാനപ്പെടുക. ആദ്യം സാധനം തരും. സന്തോഷിക്കുമോനെ. അടിപൊളിയാക്കണേട്ടാ. ഇനി 2 ആൾ നീ കൊണ്ടുവരണം. ആംബുലൻസ് മാറിപ്പോയി ഉണ്ണിയേട്ടാ. ഫോണിലായിപ്പോയി. നീ ഇന്നലെ തുടങ്ങിയ ആംബുലൻസ് പറ്റിക്കുന്നത് തെറ്റിപ്പോയി ഉണ്ണിയേട്ടാ. ഇവനെ പോലെ ആവണം. ഓൻ ആംബുലൻസ് പോലീസെന്നോ പട്ടാളമോ ഒരു പ്രശ്നമല്ല. നോക്ക്, മരുന്നിന്റെ കൂടാണത് മോനെ. എന്തൊരു ചൂടാണപ്പോ. ഒരു 4 പാരാസെറ്റാമോളും ഒരു 4 ഗ്യാസിന്റെ ഉള്ളിൽ എടുക്കും. ഇതാ സുഗതന്റെ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മേടിച്ചാ പോലെ. ഇത്രയും നടന്നു വന്ന് എന്തിനാ എന്നെ ഇടങ്ങേറാക്കണം? മോനൊരു 10 രൂപ കാശ് കിട്ടട്ടെന്ന് വിചാരിച്ചാൽ ഞാൻ ഇവിടം വരെ വന്നതേ. ഇതെല്ലാം കൂടി 10 രൂപ ആകൂലേ? പിന്നെ എനിക്ക് എങ്ങനെയാ 10 രൂപ കാശ് കിട്ടണത്? ഇടക്കിടക്ക് ഇങ്ങനെ വന്നുണ്ടല്ലോ. അതല്ലേ? അതെ, ഇവിടെ 1000 രൂപ 2000 രൂപയുടെ കച്ചവടം ഉള്ളൂ. ഈ 5-10 രൂപയുടെ കേസ് ഞാൻ നിർത്തി. കാരണം കാര്യമൊന്നുമില്ല. അപ്പൊ ഇതൊക്കെ എന്തിനാ വെച്ചോണ്ടിരിക്കണ ഇവിടെ? അതൊക്കെ അതിന് ആവശ്യക്കാര് വരും. അല്ലാതെ ഗ്യാസിനും എന്റെ കാശും തരാൻ പൈസ എന്റെ തന്നില്ല. അല്ല ഞങ്ങള് പോണു. എന്താണിത്? ഞാനേ ക്യാൻസറിന്റെ വേദനന്റെ മരുന്ന് മേടിക്കാൻ വന്നു. എന്റെ സുമേഷ് ചേട്ടൻ എനക്കല്ല, അച്ഛന്. എടാ നിന്റെ അച്ഛൻ മരിച്ചിട്ട് ഒരുപാട് നാളായില്ലേ? ആയി. പിന്നെന്താണ്? അച്ഛൻ ഈ ക്യാൻസറിന്റെ വേദന കൊണ്ട് മരുന്ന് പോകാൻ ഗതിയിലൂടെ സഹിച്ചിട്ടാണ് മരിച്ചത്. അപ്പൊ അതിന് വേണ്ടിട്ട് ഒരു ആത്മാവിന്റെ നിത്യശാന്തി ഇട്ടട്ടെ എന്നൊരു 3-4 ഗുളിക മേടിച്ച് ഞാൻ കഴിക്കും അച്ഛന് വേണ്ടിട്ട്. 1000 രൂപ കുറച്ചുകൂടെ കിട്ടൂലാട്ടാ. നീ ഒരു കാര്യം ചെയ്യും, നീ അപ്പുറത്തെ കടയിൽ പോയിട്ട് നീ മേടിച്ചു. അതായിരിക്കും നിനക്ക് നല്ലത്. സുമേഷ് ചേട്ടൻ എന്താ പറയുന്നത്? സുമേഷ് ചേട്ടൻ കലിപ്പാണെന്നേ.
പുള്ളിയേ ഇതിന്റെ ഇടയിൽ ഞാൻ നിന്നെ വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു. അപ്പൊ പാരസെറ്റമോളും ഗ്യാസിന്റെ ഗുളികയും കൊടുക്കാൻ 2 രൂപയുടെ കേസായി. പ്യാരി പിന്നെ മരുന്ന് കുറച്ചധികം വേണം, കാരണം ആൾക്കാർ കൂടുന്നുണ്ട്, കുട്ടികൾ കൂടുന്നുണ്ട്. അപ്പൊ വേറൊരു സാധനമുണ്ട് ചെറുത്, അതെങ്ങനെ ഒരു +2 വരെയൊക്കെ ഉള്ള പിള്ളേർക്ക് കൊടുക്കാൻ പറ്റിയത്. പക്ഷെ സന്തോഷം വേണം, നല്ല സന്തോഷം, ചിരിച്ചോണ്ടിരിക്കും, എപ്പോഴും ഹാപ്പി ആയിരിക്കും. അവരെ ചിരി മാത്രം മതി. പിന്നെ ഈ സംഭവം ഡോസ് കൂടുതലുള്ളത് ഉപയോഗിക്കണത് ഈ കണ്ണില് ഡ്രോപ്പ് ഇടണം, അല്ലെ കണ്ണ് രണ്ടും ചുമന്നിരിക്കും. ശരിയാന്ന് ക്ലാസ്സിൽ പോകുന്നതല്ലേ? ഐ ഡ്രോപ്പ് നിർബന്ധമായിട്ട് ഉപയോഗിക്കാൻ പറയണം. പിന്നെ ഈ കോളേജിന്റെ അടുത്ത് ബാറ് വരുന്നുണ്ട് പറഞ്ഞാൽ ശരിയെന്ന്? കോളേജിന്റെ അടുത്ത് ബാറ് വരൂല, അത് 1 കിലോമീറ്റർ അപ്പുറത്താണ്. അതല്ലേ നമ്മളെ ബാധിക്കൂല. പിന്നെ അവിടെ നിന്ന് മേടിച്ചടിച്ചാൽ മണം ഉണ്ടാവൂലേ. അത് മാത്രല്ല, ആടെ പോയി കഴിഞ്ഞാൽ വെള്ളം മേടിക്കണം, തൊട്ട് നോക്കാൻ മേടിക്കണം, ക്യൂ നിക്കണം. ഇതാകുമ്പോ ഒരെണ്ണെടുത്ത് വായിലിട്ട് ആള് ഫ്ലൈയിങ് അല്ലേ. പിന്നെ ഉണ്ണി പുതിയൊരു സാധനം ഇറങ്ങിയിട്ടുണ്ട്. ഇത് ഒരെണ്ണം കഴിച്ച് കഴിഞ്ഞ് 1 മണിക്കൂർ കഴിയാൻ നേരത്ത് നമ്മൾ മരത്തിലിട്ട് നോക്കി അതുമ്പോൾ മുഴുവൻ ലൈറ്റ് ഇട്ടേക്കണ പോലെ തോന്നും. എങ്ങാട് നോക്കിയാലും പള്ളിപ്പെരുന്നാളിന് ലൈറ്റ് ഇട്ട പോലെ തോന്നും. ഞാൻ ഏത് സാധനം ഉണ്ടെങ്കിൽ ആദ്യം ഇവനെ ഒന്ന് ടെസ്റ്റ് ചെയ്യും. ഇത് ഒരെണ്ണം അവന് കൊടുത്തിട്ടേ നാളെ അവൻ ഉണ്ടെങ്കിൽ ഇത് നമുക്ക് സെയിൽ ചെയ്യാം. അപ്പൊ 2010 10 രൂപ വിട്ടേര്. ഇത് കണ്ണിലിടുന്നത് വേറെ. എന്തൊക്കെ എനിക്ക് തരണ്ട, രഹസ്യമായിട്ട് വേണം കൊടുക്കാൻ. ആര് പിടിച്ചാലും ഇവിടെ നിന്നാണെന്ന് പറയരുത്, കാരണം ഇത് മാന്യമായിട്ട് അച്ഛനായിട്ട് നടത്തിക്കൊണ്ട് പോയൊരു സ്ഥാപനം. ഇതെന്റെ ജീവൻ മരണം പോരാട്ടം. കിറ്റിലിട്ട് തരാം. ഇതിപ്പോ ഒരു കോളം നമ്മള് രക്ഷപ്പെട്ടത് ഇപ്പ എന്തെല്ലാം പണിയെടുത്തു, ബാർ പണി, തേപ്പ് പണി, കൈപ്പണി. അതിലൊന്നും കാര്യമില്ല ഉണ്ണി. ഇതൊക്കെ ജില്ലി കോരിക്കൊണ്ട് കൊടുക്കില്ല. ഇപ്പൊ ഒന്നും വേണ്ടത്, എക്സിക്യൂട്ടീവ് ഡ്രസ് ഇട്ടാ മതി. ഇത് നമ്മൾ കൊടുത്തില്ലേലും പിള്ളേരെ എവിടെന്നെങ്കിലും വാങ്ങി കഴിക്കും. പിന്നെ നമ്മളത് കൊടുക്കാതിരുന്നിട്ട് കാര്യമില്ല. ഇപ്പൊ എനിക്കൊരു വിലയും നിലയുണ്ട്. അല്ല, ഇപ്പൊ ഈ ഡോക്ടർ എഴുതുന്ന ചീട്ടുകളൊക്കെ ഞാൻ പരമാവധി ഇവിടുന്ന് വഴക്കിട്ട് വിടുന്നുണ്ട്, കാരണം ഇവിടെ ആള് നിന്നാല് പ്രശ്നമാണ്. അപ്പൊ ഓക്കെ, നാളത്തേക്കുള്ള സാധനം എടുത്തു വെച്ചേക്കാം. ഓക്കെ, സാധനം കൊടുത്തിട്ടുണ്ട്. ഇന്നൊന്ന് അടിച്ചു നോക്ക്, ബൾബ് കത്തണത്. സഹിക്കണേ അങ്ങനെ ഇറങ്ങി പോടി എന്റെ വീട്ടിൽ നിന്ന്. മദ്യത്തിന്റെ ഗന്ധം മധുരതരമായി തോന്നുന്ന 100 കണക്കിന് ആളുകൾ എനിക്ക് കിട്ടും. പിന്നെ ഇറങ്ങിപ്പോ വെല്ലുവിളി. ഇറങ്ങിപ്പോ മതിയോ എനിക്ക്. എവിടെ പോണു നീ? ഞാൻ വീട്ടിൽ പോണു. ഏത് വീട്ടിൽ? എന്റെ വീട്ടില്. എന്തിന്? ഈ നശിച്ച നാറ്റം സഹിക്കാൻ പറ്റുള്ള ഒന്ന് മാറങ്ങോട്ട്. ഇതില് നാറ്റുണ്ടെന്ന് നീ പറയരുത്. ഇതില് നാറ്റം ഇല്ല. നാറ്റുണ്ട്. ഇല്ല. പോകണ്ട. പോകണ്ട. ഞാൻ പോവും. ഞാൻ പറഞ്ഞില്ലല്ലോ. നിങ്ങളുടെ അനുവാദം ഇനി എനിക്ക് വേണ്ട. അങ്ങനെ പറയണ നിങ്ങൾ നന്നാവാൻ തീരുമാനിച്ചിട്ടില്ലല്ലോ. ഞാൻ കള്ളു കുടിക്കണത് വെറുതെ അല്ലല്ലോ. ഞാൻ ജോലി ചെയ്തിട്ടല്ലേ കുടിക്കണത്. 24 മണിക്കൂർ കുടിക്കണ ഒരാളോട് ഞാൻ എന്താ പറയേണ്ടത്? പോരുത് വേണ്ടോ? ഞാൻ പോകും. നീ പോരുത്. ഞാൻ ഒറ്റയ്ക്കാവും. അപ്പൊ അത് നേരത്തെ ഇല്ല. നീ വേഗത്ത് കൊണ്ടുപോയി. പോരുത്. മാറങ്ങോട്ട്. നീ പോകാൻ തീരുമാനിച്ചോ? തീരുമാനിച്ചു. എന്നാ ഇറങ്ങി പോടി. പോ. പക്ഷെ നീ ഓർത്തോ, നീ ദുഃഖിക്കും. ഇതില് വലിയ ദുഃഖമൊന്നും എനിക്ക് വരാനില്ല. നീ ദുഃഖിക്കും.